ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഏറെ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സഹോദരന്മാരെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു രാജ്യം മുഴുവൻ അടക്കി ഭരിച്ച, രാജ്യത്തിൻ്റെ അകത്ത് തൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ അകത്തുള്ള ചെറു രാജ്യങ്ങളുടെ എല്ലാം ചക്രവർത്തിയായി വാണ അവസാന കത്തിൽ സ്വന്തം മകനോട് എനിക്ക് വേണ്ടി ഒരു കൊട്ടാരമോ, എൻ്റെ ഓർമ്മക്ക് വേണ്ടി ഒരു കൊട്ടാരമോ കുടീരമോ ഒരു മഖ്ബറ പോലും നിങ്ങൾ പണിയരുത്, എൻ്റെ പേര് പോലും നിങ്ങൾ കൊത്തിവെക്കരുത്. ആരുമറിയാതെ സാധാരണക്കാരൻ കിടക്കുന്ന ഒരു മഖ്ബറക്കകത്ത് എൻ്റെ പ്രിയപ്പെട്ട സൂഫി ഗുരുനാഥൻ്റെ അടുക്കൽ എന്നെ ഖബറടക്കണം എന്ന് എഴുതി വെച്ച് ഇന്നും ചരിത്രത്തിൽ ഞാൻ ഓർക്കപ്പെടരുതേ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ആളുകൾ നല്ലത് പറയാനാവരുതേ എൻ്റെ ജീവിതം എന്ന് ആശിച്ച മനുഷ്യൻ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചതിന് ശേഷം ഇന്നും സാധാരണക്കാരെ ഹുമയൂൺ ടോംബിനെ കുറിച്ചിട്ടും അല്ലെ താജ്മഹലിനെ കുറിച്ചുമൊക്കെ നമ്മൾ കേട്ട മുഗൾ ഭരണകൂടത്തിൽ നിന്നൊരു മനുഷ്യൻ, ആ വ്യക്തി ചക്രവർത്തി സമാനം ഈ രാജ്യത്തെ മുഴുവൻ, ഈ സാമ്രാജ്യത്വത്തെ മുഴുവൻ അടക്കി ഭരിച്ചതിന് ശേഷം അദ്ദേഹം മരിച്ചുപോയത് വളരെ ഏറ്റവും മനോഹരമായി ഒരു മനുഷ്യന് സാധ്യമാകുന്ന ഒരു മരണമാണ്, ഒരു വിടവാങ്ങലാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശരിക്ക് ഔറംഗസീബ് ആലംഗീരി എന്ന് പറയുന്നത്. ഒരു ചക്രവർത്തിയായി വാഴുകയും ഒരു സൂഫിയായി ജീവിക്കുകയും, അദ്ദേഹം അവസാന സമയത്ത് മകനെഴുതിയിട്ടുള്ളൊരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരു പരദേശിയെപ്പോലെ, ഈ നാടേതാണെന്നറിയാതെ ഞാൻ വന്നത്, ഒരു പരദേശിയെപ്പോലെ ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു, ഒരു പരദേശിയെപ്പോലെ മടങ്ങിപ്പോവണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആഡംബരങ്ങളില്ലാതെ, ആർഭാടങ്ങളില്ലാതെ, ആരും അറിയാതെ ഓരോരത്ത് അങ്ങനെ മറഞ്ഞു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സ്വന്തം പ്രിയപ്പെട്ട മകനോട് അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. ഇത് ചരിത്രത്തിൽ അധികം ആരുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ ജീവിതത്തിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു എഴുത്താണ്, ഒരു സംസാരമാണ്. അത് വെറുതെ സംസാരിച്ചു വെച്ചതല്ല, അത് നടപ്പിലാക്കുകയും ചെയ്തു. ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാധ്യമായ ഒരു സംശുദ്ധി ഭരണകൂടത്തിലിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ഷാജഹാൻ, നമുക്കറിയാം അല്ലേ, ഷാജഹാൻ മരിച്ചതിന് ശേഷമാണോ ഔറംഗസീബ് ഭരണം ഏറ്റെടുത്തത്? അല്ല, ഷാജഹാനിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലാണ്. പക്ഷേ കൊട്ടാരത്തിലെ സുഖാഡംബരങ്ങളിൽ ജീവിക്കാനായിരുന്നില്ല അത്. അദ്ദേഹം കൊട്ടാരം ഉപേക്ഷിച്ചു, ഒരു കുടില് തിരഞ്ഞെടുത്തു. എല്ലാ രാജാക്കന്മാരുടെയും ധാരണ എന്ന് പറയുന്നത് ഖജനാവ് എന്ന് പറയുന്നത് രാജാവിൻ്റെതാണ് എന്നാണ്. ഔറംഗസീബ് ആലംഗീരി പക്ഷേ ഖജനാവിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെടുക്കാവുന്ന ശമ്പളം എടുത്തു. എന്നിട്ട് അദ്ദേഹം അവധി ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഖുർആൻ പകർത്തി എഴുതി, മാത്രമല്ല തൊപ്പി തുന്നി അത് വിറ്റ് ജീവിതമാർഗം കണ്ടെത്തി. ഈ ജനങ്ങളുടെ സ്വത്ത് എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കാതെ, എൻ്റെ കൈകൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ് എൻ്റെ മക്കൾക്ക് അന്നം കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് വ്യക്തി ജീവിതത്തെ മനോഹരമാക്കിയ ഒരു ചക്രവർത്തിയുടെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത്രയും മനോഹരമായ ഒരു ജീവിതം നയിച്ച ഔറംഗസീബിനെ കുറിച്ചിട്ട് ഒരുപാട് ശത്രുക്കളുണ്ട്. ഔറംഗസീബിന് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾ പോലും പറഞ്ഞത് തുല്യതയില്ലാത്ത ജനക്ഷേമം,
തുല്യതയില്ലാത്ത നീതി നടപ്പിലാക്കിയെടുത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഔറംഗസീബാണ് എന്നാണ്. ആ മനുഷ്യനെ മഹാനായി, ജീവിതത്തിലൊരു വീഴ്ചയും വരുത്താത്ത മനുഷ്യനായി ഇട്ടൊന്നും നമ്മൾ കാണുന്നില്ല. രാജാക്കന്മാരെന്ന അർത്ഥത്തിലും ഭരണകൂടം എന്ന അർത്ഥത്തിലും വിമർശിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഉണ്ടായേക്കും. പക്ഷേ എല്ലാറ്റിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഒരു 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 വലിയ സാമ്രാജ്യമാണ് മുഗൾ ഭരണകൂടം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 1000 വർഷം പിറകിലോട്ട് നിങ്ങൾ പോയാൽ അതിൽ ഏകദേശം 800 വർഷവും ഇന്ത്യ ഭരിച്ചത് മുസ്ലിം രാജാക്കന്മാരാണ്. ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഭൂപടം നിങ്ങൾ മനസ്സിലില്ലേ? ആ ഭൂപടത്തെ, ആ രാഷ്ട്രീയ ഭൂപടത്തെ വരഞ്ഞു വെച്ചൊരു വ്യക്തിയുണ്ടെങ്കിൽ, ആദ്യമായി ഒരു രാജ്യം എന്ന അർത്ഥത്തിൽ ഇതിനെ ഏകീകരിച്ച ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് ഔറംഗസീബ് ആലംഗീരിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ, അദ്ദേഹം ജീവിതം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉപ്പയും ഉമ്മയും, അദ്ദേഹത്തിൻ്റെ മുംതാസും ഷാജഹാനും, മുംതാസിൻ്റെ ഓർമ്മക്കാണല്ലോ താജ്മഹൽ പണിയുന്നത്, നമുക്കറിയാം. ഇവരുടെ ശിക്ഷണം മാത്രമല്ല, നല്ലവരായ ഒരുപാട് മനുഷ്യർ, ഒരുപാട് ആത്മീയ ആചാര്യന്മാർ, ഒരുപാട് ഗുരുക്കന്മാർ അദ്ദേഹത്തിനെ പഠിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഇസ്ലാമികമായ അറിവിൽ വലിയ, രാജാക്കന്മാരുടെ മക്കൾ പൊതുവെ അവർ സൈനികാഭ്യാസം നേടും, അവരത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ചതെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഷയമായിരുന്നു ഖുർആൻ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഷയമായിരുന്നു ഹദീസ്. അദ്ദേഹത്തിന് അത്തരം വിഷയങ്ങൾ, ഇസ്ലാമികമായ ചരിത്രം, അതുപോലുള്ള കാര്യങ്ങളോട് വലിയ താല്പര്യമായിരുന്നു. മാത്രവുമല്ല, പ്രവാചകന്മാരുടെ ചരിത്രം നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർക്ക് കാണാൻ പറ്റിയെന്നാണ്. മാത്രവുമല്ല, അന്നത്തെ സാഹിത്യം, അന്നൊരു പക്ഷേ ഈ മുഗളന്മാർ അല്ലെങ്കിൽ മുഗൾ ഭരണകൂടത്തിലെ തന്നെ ഏറ്റവും വിദ്യാഭ്യാസം നേടിയ വ്യക്തി ഇദ്ദേഹമാണ് എന്നാണ്, ഔറംഗസീബാണ്. എല്ലാ സാഹിത്യങ്ങളിലും നിറഞ്ഞു നിന്ന, റൂമിയുടെ മസ്നവി അടക്കം പഠിച്ചെടുത്ത, രാമായണത്തിൽ വലിയ വിജ്ഞാനം നേടിയെടുത്ത, ഇസ്ലാമിക വിജ്ഞാനത്തിൽ മാത്രമല്ല രാമായണവും മഹാഭാരതവും അടക്കമുള്ള ഈ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ താല്പര്യപൂർവ്വം വായിച്ചു വളർന്ന ഒരു വ്യക്തി. ആ വ്യക്തി പിന്നീട് സൈനിക പരിശീലനം നേടി. ഷാജഹാൻ്റെ സാമ്രാജ്യത്വത്തെ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച രാജകുമാരൻ അത് ഔറംഗസീബ് ആലംഗീരിയായിരുന്നു. പല ഭാഗങ്ങളിലേക്കും അദ്ദേഹം പടയോട്ടങ്ങൾ നടത്തി. ഈ ദക്ഷിണേന്ത്യയിലേക്ക് അദ്ദേഹം പടയോട്ടം നടത്തി. ഇന്ന് അഫ്ഗാൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രദേശങ്ങളും ഈ മുഗൾ ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുത്തത് അദ്ദേഹമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായി, വൈജ്ഞാനികമായി, സൈനികപരമായി, അതുപോലെ തന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചിരിക്കെ തന്നെ, പിതാവ് ഉണ്ടായിരിക്കെ തന്നെ ആ സാമ്രാജ്യത്വത്തിൻ്റെ ചക്രവർത്തിയായി വാണ ഒരു വ്യക്തി എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരുപക്ഷെ അക്ബർ എന്ന ചക്രവർത്തിയെക്കുറിച്ചിട്ട് ഇവിടെ ഞാൻ വിവാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അവസാന ഭാഗത്ത് സൂചിപ്പിക്കാം. പക്ഷേ അക്ബർ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഇന്ത്യയിലൊരു മതേതര ചക്രവർത്തി എന്ന് പറയാം. ഔറംഗസീബോ ഒരു വർഗീയവാദിയായ മനുഷ്യൻ എന്നാണ് പലപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത്. പക്ഷേ ഔറംഗസീബ് വൈജ്ഞാനികമായി, ധാർമ്മികമായി, അതുപോലെ തന്നെ വ്യക്തിപരമായി കരുത്തു നേടിയ ഒരു വ്യക്തിത്വം. ഈ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായിട്ട് ലോകത്തെ പഠിപ്പിച്ച വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ജനക്ഷേമത്തിൽ അധിഷ്ഠിതമായി, ജനങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഭരണകൂടങ്ങൾ കൊണ്ടുവരുന്ന ആധുനിക ഗവൺമെൻറ്റുകളുടെ ഒരുപാട് പോളിസികളില്ലേ, ആ പോളിസികളിൽ പലതും അതിൻ്റെ റെഫറൻസായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭ ബിന്ദുവായി പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന, ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്ത് കാണാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഈ മുഗൾ കാലഘട്ടത്തിലെ ഔറംഗസീബിൻ്റെ കാലമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇവരെ
എല്ലാറ്റിനും നികുതിയായിരുന്നു. ഈ അക്ബറും ഹുമയൂണും അടക്കമുള്ള ഷാജഹാൻ അടക്കം അവരുടെ ഒരു പ്രത്യേകത എന്നു പറഞ്ഞാൽ ജനങ്ങൾ വെള്ളം കുടിക്കണ്ടോ, വെള്ളത്തിന് നികുതി. പിന്നെ ഇങ്ങനെ എല്ലാറ്റിനും നികുതി ചുമത്തിയിട്ട് ഭൂമിയിൽ ഒരു മനുഷ്യൻ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു നികുതി പിരിക്കാം. പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിധം നികുതി സമ്പ്രദായം മറ്റു രാജാക്കന്മാരെ പോലെ നടപ്പിലാക്കിയപ്പോൾ ഇസ്ലാം വിരുദ്ധമാക്കിയ, ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പാടില്ലെന്ന അദ്ദേഹത്തിൻ്റെ തികഞ്ഞ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുവരെ സാമ്രാജ്യത്വത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 80ഓളം നികുതികൾ ഒറ്റയടിക്ക് നിർത്തലാക്കി. ആകെ അദ്ദേഹം ബാക്കിയാക്കി വെച്ചത്, വരുമാനമുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാനമുണ്ടാകുന്ന സമയത്ത് അതിലൊരു പങ്ക് ഗവൺമെൻറ്റിലേക്ക് അടക്കണം, ഭൂമിയിൽ നിന്ന് വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ അടക്കണം. ബാക്കി 80ഓളം നികുതികൾ, ജലനികുതി അടക്കം സകലമാന നികുതികളും വെട്ടി ഇല്ലാതാക്കി. നമ്മൾ പിന്നെ ഡൽഹിയിലൊക്കെ വൈദ്യുതിക്ക് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിനുമൊക്കെ ഫ്രീ ആക്കി കളഞ്ഞു എന്ന് നമ്മൾ പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഇതിനു മുമ്പ് നടപ്പിലാക്കപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഫ്രീ ആക്കി, ജനങ്ങൾക്ക് ആവശ്യമായ, അവർക്ക് വളരാൻ ആവശ്യമായ, വികസിക്കാൻ ആവശ്യമായ രൂപത്തിലേക്ക് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അങ്ങനെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സംഗതിയാണ് കൈക്കൂലി. നികുതി വാങ്ങുന്നതോടുകൂടി തന്നെ കൈക്കൂലിക്കാരുണ്ടോ. കൈക്കൂലിൻ്റെ ഒരു അടിസ്ഥാനം എന്താ വെച്ചാൽ, ഈ സുബൈദാർമാർ എന്ന് പറയുന്ന ഈ രാജാവിൻ്റെ ശിങ്കടികൾ, അല്ലെങ്കിൽ രാജാവിൻ്റെ ഭരണം നടപ്പിലാക്കിയെടുക്കേണ്ടുന്ന ആളുകൾ, ഇവർ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി രാജാവിന് പോയിട്ട് കുറേ സമ്മാനങ്ങൾ കൊടുക്കും. ഇപ്പോൾ രാജാവ് സന്തോഷവാനാവും. രാജാവിന് എന്താ വേണ്ടത്? ഞാൻ നല്ലൊരാളാണ്, ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് എന്നൊക്കെ വിചാരിച്ച് ഇയാളെങ്ങനെ സുഖിച്ച് നിൽക്കും. ഇവന്മാരെല്ലാവരും കൂടിയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ, ഒരുപാട് വിലപിടിപ്പുള്ള കാര്യങ്ങൾ രാജാവിന് കൊണ്ടു കൊടുക്കും. ആ രാജാവ് സന്തുഷ്ടനായല്ലോ. പക്ഷേ ഇതാരാ കൊണ്ടുവരുന്നത്? സുബൈദാർമാർ കൊണ്ടുവരുന്നത് അവരെ വീട്ടിൽ നിന്നല്ല, അവർ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെടുത്തെന്ന് പറയും രാജാവിൻ്റെ അടുത്ത് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് സംഗതികൾ നാളെ രാവിലെ ഇവിടെ എത്തിക്കോണം. ഈ പറയുന്ന ആളുകൾ അവരുടെ അടുത്ത് നിന്നാ വാങ്ങുക, തൊട്ടു താഴെയുള്ള ആളുകളുടെ അടുത്തുനിന്ന്. എന്ന് പറഞ്ഞാൽ ഈ രാജാവ് തന്നെയാണ് ആ രാജ്യത്തിനെ മുഴുവൻ ജനങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൈക്കൂലിയുടെയും അഴിമതിയുടെയും കാരണക്കാരെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാജാവ് പറഞ്ഞു, ഒരു സമ്മാനം ഇവിടെ കൊണ്ടുവരട്ടില്ല. ഈ രാജാക്കന്മാർ മറ്റേ തുലാഭാരം നടത്തും, സ്വർണം കൊണ്ട് തുലാഭാരം നടത്തും. രാജാവിനോടുള്ള സ്നേഹം ഇങ്ങനെ കൂടിയിട്ട് ആളുകൾ വന്നിട്ട് സ്വർണം, രാജാവിൻ്റെ തൂക്കത്തിനൊത്തുള്ള സ്വർണം, രാജാവിൻ്റെ തൂക്കത്തിനൊത്തുള്ള വെള്ളി, ഇത് കാണിക്ക വെക്കുന്ന സമ്പ്രദായം നിരോധിച്ചു. മാത്രമല്ല, ഈ സുബൈദാർമാരുടെ ഓഫീസിൽ രാജാവ് തന്നെ ചാരന്മാരെ നിശ്ചയിച്ചു, ഓഫീസർമാരെ നിയമിച്ചു. എന്തിനാ? അവരെ പണി അവിടെ പണിയെടുക്കുക എന്നുള്ളതല്ല. ഈ സുബൈദാർമാരും ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലി വാങ്ങുന്നുണ്ടോ, അഴിമതി നടത്തുന്നുണ്ടോ, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ മാത്രമായി ഒരു ചാരവലയത്തെ സൃഷ്ടിച്ചു. എന്തിനാ ചാരവലയം? ജനങ്ങൾ രാജാവിനെതിരെ തിരിയുന്നുണ്ടോ എന്ന് നോക്കാനല്ല, രാജാവിനെതിരെ തിരിയുന്നതിന് പകരം ഈ ഉദ്യോഗസ്ഥ പട ജനങ്ങൾക്കെതിരെ തിരിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തന്നെ അവിടെ രാജാവ് തന്നെ പ്രത്യേകമായിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ പിന്നെ അഴിമതിക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടിരിക്കും, അവൻ പുറത്താക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. ഇത് വലിയ അർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഭീതി ജനിപ്പിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജനങ്ങളെ സേവിക്കുക എന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ, ഒരു കൈക്കൂലി, ഒരു അഴിമതിയെക്കുറിച്ചോ ആലോചിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അവിടെ കാര്യങ്ങളെത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ജനങ്ങൾ ഒരു പ്രശ്നം എവിടെ അവതരിപ്പിക്കും? ജനങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാൻ എന്താ സംവിധാനം? അത് രാജാവിൻ്റെ അടുത്ത് പോയിട്ട്, നിങ്ങൾ ഡൽഹിയിലും ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ? അവിടെ അത് ഹിന്ദു രാജാക്കന്മാരാണെങ്കിലും മുസ്ലിം രാജാക്കന്മാരാണെങ്കിലും അവിടെ ഒരു കവാടം ഉണ്ടാവും. രാജാവ് വന്നിരിക്കുന്ന, രാജാവ് പരാതികൾ കേൾക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അതിൻ്റെ മുമ്പിൽ പോയിട്ട് ആ ഡോറ് കടക്കുമ്പോൾ തന്നെ തല കുനിച്ചിട്ടൊന്ന് വണങ്ങണം, അല്ലേ? എന്നിട്ട് വണങ്ങിയിട്ട് ആ രാജാവിൻ്റെ ഭടന് കൈക്കൂലി കൊടുക്കണം. ആ രാജാവിൻ്റെ ഭടനോട് കൈക്കൂലി കൊടുത്തിട്ട് രാജാവിൻ്റെ ഭടൻ വഴങ്ങണം. എന്ത്? നിൻ്റെ പരാതിയൊക്കെ ഒരു കൊള്ളാവുന്ന പരാതിയാണ്, രാജാവിൻ്റെ മുമ്പിലൊക്കെ വെക്കാവുന്നൊരു പരാതിയാണെന്ന് അയാൾ അംഗീകരിക്കണം.
അങ്ങനെ അല്പം കൂടി മുന്നോട്ട് പോയാൽ മറ്റൊരു പഠനം ഉണ്ടാവും. ഒരു തമാശ നിറഞ്ഞ ഒരുപാട് കഥകൾ ഈ കാലഘട്ടത്തിൽ ഈ ഭടന്മാരെ കുറിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. കൈക്കൂലിയെക്കുറിച്ച് പരാതി പറയാൻ വരണമെങ്കിൽ അവന് ഒരുപാട് ആളുകൾക്ക് കൈക്കൂലി കൊടുത്തിട്ടേ എന്താക്കാൻ പറ്റുള്ളൂ, ആ പരാതി രാജാവിനോട് പറയാൻ പറ്റുള്ളൂ. ഈ സമ്പ്രദായ രാജാവ് അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ പരാതി അവിടെ പോയി കേൾക്കണം, അപ്പോൾ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങളുടെ പരാതി അവിടെ പോയി കേൾക്കണം, എന്നിട്ട് അപ്പോൾ തന്നെ അവർക്ക് എന്താണോ പരിഹാരം വേണ്ടത് അതിനു വേണ്ടിയിട്ട് അത്രയും റാപ്പിഡ് ഫോഴ്സിനെ നിശ്ചയിച്ചു കൊടുത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ കുടിവെള്ളം, ജനങ്ങളുടെ ഭക്ഷണം, ജനങ്ങളുടെ വ്യവസായം, ജനങ്ങളുടെ കച്ചവടം, ഈ മേഖലയിൽ എന്തെന്ത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെയൊക്കെയും അതിജീവിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം. ഈ കൊട്ടാരത്തിലെ നർത്തകിമാർ ചെസ്സ് കളിക്കുന്ന അതിലെ കരുക്കളായിത്തീരുന്ന ചില ചതുരംഗ കളിയുടെ അടയാളങ്ങളൊക്കെ ചില കൊട്ടാരങ്ങളിൽ നിങ്ങൾ സന്ദർശിക്കാൻ പോയാൽ കാണാൻ പറ്റും. സുന്ദരികളായ സ്ത്രീകളെ നോക്കി നിന്ന് അവരുടെ കളി ആസ്വദിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന, അവരുടെ പാട്ട് കേട്ട് നൃത്തങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന, അങ്ങനെ ഓരോ നർത്തകിമാരുടെയും സൗന്ദര്യത്തിൻ്റെയും നർത്തത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, അവരുടെ ഡാൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എത്രയാണോ തൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അത്രയും വാരി വിതറിക്കൊടുത്തിരുന്ന ആഡംബരത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഒരു കാലുണ്ടായിരുന്നു. അദ്ദേഹം ആ പാട്ട്, ആ നൃത്തം, ആ മദ്യമൊഴുക്കൽ, ആ പണം ചെലവഴിക്കൽ സകലതും നിർത്തിവെച്ചു. കാരണം ഒരു പ്രത്യേകതയുണ്ട്. ഷാജഹാൻ്റെ അടുത്തുനിന്ന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഭരണകൂടം അല്ലെങ്കിൽ ഭരണ അധികാരം പിടിച്ചെടുത്തതിനെ കുറിച്ച് പിന്നീട് ഇദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഔറംഗസീബ് പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. ജനങ്ങൾ പട്ടിണിയിലായിരുന്നു. ജനങ്ങൾ പൊറുതിമുട്ടുന്ന സമയത്താണ് തൻ്റെ പ്രിയതമക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പണം ചെലവാക്കിക്കൊണ്ട് വലിയൊരു സൗധം പണിയുന്നത്. മാത്രവുമല്ല, രാജ്യം ഈ പൊറുതിമുട്ടുന്ന സമയത്ത് പിന്നെ രാജാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കാര്യമായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് നോക്കി നിൽക്കുക, അവിടെ പോയിട്ട് സമയം ചെലവഴിക്കുക, തൻ്റെ പ്രിയതമയെയും ഓർത്ത് കരഞ്ഞിരിക്കുന്ന, അതിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജാവിനെ കൊണ്ട്, സാമ്രാജ്യത്വത്തെ കൊണ്ട് എന്ത് ഫലം എന്ന ചോദ്യം അദ്ദേഹം ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പൊതുഖജനാവിൽ നിന്നെടുത്ത് ഉദ്യോഗസ്ഥന്മാരും അധികാരികളും ഭരണകൂടങ്ങളും ആസ്വദിക്കുന്നത് അവസാനിപ്പിക്കണം. ഇത് നടക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരി നടപ്പിലാക്കിയ അള്ളാഹിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചോ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചോ ഒന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക ഭരണാധികാരി എങ്ങനെയാണ് ഈ രാജ്യത്തെ കൊണ്ടു നടന്നിരുന്നത്, എങ്ങനെയാണ് ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാട്. അക്ബറും ഔറംഗസീബും തമ്മിൽ വ്യത്യാസമുണ്ട്. അക്ബർ എന്താ പ്രത്യേകത? അക്ബറിനെ കുറിച്ചിട്ട് പൊതുവെ പറയാറുള്ള എന്താ? അദ്ദേഹം എല്ലാ മതങ്ങളിലെയും, അക്ബറിനറിയില്ല നിങ്ങൾക്ക്, അക്ബർ ഒരു സവിശേഷ വ്യക്തിയായിരുന്നു. അദ്ദേഹം എല്ലാ മതങ്ങളിലെയും നന്മകളെയൊക്കെ എടുത്ത് ഒരു മതം ഉണ്ടാക്കിയതാണല്ലോ നമുക്ക് കേട്ടതല്ലേ. എല്ലാ മതങ്ങളിലും, ഹിന്ദു മതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇസ്ലാം മതത്തിൻ്റെ സകലതും അദ്ദേഹം നിരോധിച്ചു. മറ്റു മതങ്ങളിലെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെതായ ഒരു മതമുണ്ടായിരുന്നു. ആ മതത്തിനെ പൂർണ്ണമായി അടിച്ചേൽപ്പിക്കുന്ന നയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം തന്നെ ഈ അക്ബറാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാർക്ക് വഴങ്ങുക, രാജാക്കന്മാര് മുഖം കാണിക്കുക എന്ന് പറയുന്ന ഒരു ദൈവസമാനമായ തലത്തിലേക്ക് രാജാക്കന്മാരെ കൊണ്ടുപോയത്. അത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ തിരുത്തുകയുണ്ടായി. രാജാവിൻ്റെ മുമ്പ് പോയിട്ട് സുജൂദ് ചെയ്യേണ്ടിയിരുന്നു. അക്ബറിൻ്റെ മുന്നിൽ പോയിട്ട്, അക്ബർ മതേതരനും ഈ രാജ്യത്തിലെ മതേതര ആളുകളുടെയൊക്കെയും വലിയ പ്രതീകമായിരിക്കുമ്പോൾ തന്നെ അക്ബറിൻ്റെ മുമ്പ് പോയി സുജൂദ് ചെയ്യേണ്ടിയിരുന്നു എന്ന കാര്യം പലപ്പോഴും അവർ മറന്നുപോവുക. അത് തിരുത്തിയതും ആ ജീർണത പൂർണ്ണമായി ഇല്ലാതാക്കിയതും ഔറംഗസീബായിരുന്നു എന്ന് ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇദ്ദേഹം കൊട്ടാരത്തിലെ ധൂർത്തിൻ്റെ സംഗീതവും നൃത്തവും അവസാനിപ്പിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, എന്തൊരു അപരിഷ്കൃതനായ മനുഷ്യൻ, ആ സംഗീതത്തിനോടൊക്കെ എതിരാണ് എന്ന് പ്രചരണമുണ്ട് ഇപ്പോൾ ഔറംഗസീബിനെ കുറിച്ച്. എന്താ അദ്ദേഹം അവസാനിപ്പിച്ചത്? സ്വന്തം ജനതയുടെ വയറ്റിലേക്ക് അവരുടെ ഭക്ഷണമായി, വിശപ്പിൻ്റെ അവസാനമായി ചെന്നെത്തേണ്ടുന്ന നാണയത്തുട്ടുകൾ, ഈ പറയുന്ന സൗന്ദര്യബോധത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യ നർത്തകിമാരുടെ ആഭാസങ്ങൾ കണ്ടിട്ട് എറിഞ്ഞു കൊടുക്കേണ്ടതല്ലെന്ന്, പാവപ്പെട്ടവൻ്റെ വയറ്റിലേക്ക് എത്തേണ്ടുന്ന പണം അവിടേക്ക് എത്തേണ്ടതുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു. അല്ലാതെ അദ്ദേഹം പാട്ട് കേൾക്കാത്തവനും അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളോടൊക്കെ വിമുഖത കാണിച്ച ഒരാളല്ല.
കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ പല സദസ്സുകളും അത്തരം സദസ്സുകളുണ്ട്. അദ്ദേഹം അതിനൊന്നും നിരോധിച്ചിട്ടില്ല. പക്ഷെ പൊതുഖജനാവിൽ നിന്നെടുത്ത് ആഡംബരം കാണിക്കുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് തന്നെ പറയുന്നത് അവർ പാട്ടുകാരിയായിരുന്നു എന്നാണ്. പാട്ടു കേൾക്കാൻ ഇഷ്ടമുള്ള ഭാര്യയെ വിവാഹം കഴിച്ചൊരു വ്യക്തിയെക്കുറിച്ചിട്ട് അദ്ദേഹം ഭയങ്കര അപരിഷ്കൃതനാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ ജനങ്ങൾക്ക് വിലപ്പെട്ടത്, ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് ഒരു നിലക്കും മറ്റുള്ളവർക്ക് നൽകാൻ കഴിയില്ല, എനിക്ക് തന്നെയും അനുഭവിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കലൊരു തെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കേസെത്തി. മകന് നല്ല ശിക്ഷയും ലഭിച്ചു. സ്വന്തം മകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനിയന്മാരാണെങ്കിലും ജ്യേഷ്ഠന്മാരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും രാജാവിൻ്റെ മകനാണല്ലോ എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രത്യേകതയും അവർക്ക് കൽപ്പിച്ചു കൊടുത്തില്ല. ഏതു വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നല്ല ശിക്ഷ ലഭിക്കുകയുണ്ടായി. പാവപ്പെട്ട മനുഷ്യന്മാർ വരുന്ന പരാതികൾക്ക് വലിയ വില കൽപ്പിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരു ചരിത്രസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഔറംഗസീബ് 49 വർഷം, ഏകദേശം 1958 മുതൽ അദ്ദേഹം 1658 മുതൽ 1707 വരെയുള്ള 49 വർഷം അദ്ദേഹം ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ധാരാളം പരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഈ രാജ്യത്തിൻ്റെ GDP അന്ന് ചൈനയാണ് ലോകത്തിൻ്റെ വൻ ശക്തി. ആ ചൈനയേക്കാൾ മുകളിൽ, കാരണം അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കരണങ്ങൾ, നികുതി വെട്ടിക്കുറക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയുള്ളവരാകും, അവർ കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കും, കാരണം കിട്ടുന്നതൊക്കെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരിക, അതിൻ്റെ പുറമെ കൈക്കൂലിയും കൊടുക്കേണ്ടി വരിക, പിന്നെ അഴിമതിക്കാരുടെ അഴിമതി മുഴുവൻ സഹിക്കേണ്ടി വരുന്ന ഒരു ജനത, അവർക്ക് GDP നിർമ്മിക്കാൻ കഴിയില്ല, അവർക്ക് ഒരു പ്രൊഡക്ടിവിറ്റിയും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി അവർക്ക് നികുതി കുറച്ചു കൊടുത്തു, അഴിമതി അവസാനിപ്പിച്ചു, കൈക്കൂലി ഇല്ലാതാക്കി. ഞാൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് കണ്ടാൽ ജനങ്ങൾ പിന്നെ അത് സ്വീകരിക്കും. ജനങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി, അല്ലേ? നിങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ചെയ്താൽ ഇപ്പോൾ എന്തൊക്കെ കുടുക്കുകളല്ലേ, എവിടെയൊക്കെ പോകണം, ആദ്യം ഹെൽത്ത് ഇൻസ്പെക്ടർ അടുത്ത് പോകണം, അല്ലേ? ലൈസൻസ് എടുക്കണം, പിന്നെ അവിടെ പോകണം, ഇവിടെ പോകണം, GST പോകണം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ അതിൻ്റെ തലവേദന, ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച് അത് തുടങ്ങിയാൽ തന്നെ അതിൻ്റെ തലവേദന തുടങ്ങുക. എന്തൊക്കെ തലവേദനകളാണ്. അതേ സമയത്ത് ഒരു മനുഷ്യന് എളുപ്പമുള്ളൊരു വഴിയാക്കി സൃഷ്ടിച്ചു കൊടുത്താൽ അവർ ഇറങ്ങി പണിയെടുക്കും, പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും. അന്ന് $90 ബില്യൺ ആയിരുന്നു മുഗളിന്ത്യയുടെ GDP എന്ന് അന്നത്തെ ലോകത്തിൻ്റെ തന്നെ, ചൈനയുടെ തന്നെ ഏറ്റവും മുന്നിലേക്ക് ഇന്ത്യ രാജ്യം കടന്നു ചെന്ന ഒരു ചരിത്രഘട്ടമുണ്ടായിരുന്നു എന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച, ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച, ആ അർത്ഥത്തിലുള്ള എല്ലാ ആഡംബരങ്ങളെയും കുറച്ച് സ്വന്തം തൊപ്പി തുന്നിയിട്ട് വരുമാനമുണ്ടാക്കണമെന്ന് അവൻ സ്വന്തം ജനങ്ങളെ പഠിപ്പിച്ചൊരു ഭരണാധികാരി ഈ ഇതിൻ്റെ മണ്ണിലൂടെ നടന്നുപോയപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ വിപ്ലവങ്ങളായിരുന്നു അത് എന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇതൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം ഒരു രാജ്യത്തിൻ്റെ, ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയായി അദ്ദേഹത്തിൻ്റെ 49 വർഷത്തിനിടയിൽ 30-ലധികം യുദ്ധങ്ങൾ അദ്ദേഹം നയിക്കുന്നുണ്ട്. കാരണം ആ രാജ്യത്തിലേക്ക് കടന്നു വരുന്ന ആക്രമണകാരികളെ മുഴുവൻ ഒതുക്കി, ആ രാജ്യത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെയും അദ്ദേഹം തൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ജൈനമതക്കാരെയും ഒരുമിച്ച് ചേർത്ത് ഒരു സമൂഹം, ഒരു ജനത എന്ന അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് സാധ്യമായിരുന്നു. അദ്ദേഹം മദ്യം നിരോധിച്ചു, വേശ്യാലയങ്ങൾ നിരോധിച്ചു. ഇതെന്താ വെച്ചാൽ, ഈ പറയുന്ന ഈവൻ മുഗൾ ഭരണകൂടത്തിലെ തന്നെ പല യുവാക്കളെയും നശിപ്പിച്ചു കളഞ്ഞത് മദ്യവും വേശ്യാലയങ്ങളുമായിരുന്നു എന്നാണ്. ആ രാജ്യത്തിലെ ജനതയുടെ സമ്പത്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ യുവതയെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ചിന്തകൾ, അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ്സുകൾ എന്ന അർത്ഥത്തിൽ മദ്യവും അതിൻ്റെ കേന്ദ്രങ്ങളെയും മുഴുവൻ അദ്ദേഹം അവസാനിപ്പിക്കുകയുണ്ടായി. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഔറംഗസീബിനെ കുറിച്ചാണ് പക്ഷേ പലപ്പോഴും പല അർത്ഥത്തിലുമുള്ള ആരോപണങ്ങൾ വരുന്നത്. ഒന്ന്, അദ്ദേഹം ഈ രാജ്യത്തിലെ ജനങ്ങളെ, ഹിന്ദുക്കളെയൊക്കെ മതം മാറ്റാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്.
നിങ്ങൾ പലപ്പോഴും കേൾക്കാറുള്ളൊരു കഥയുണ്ട്. എന്താ? ഔറംഗസീബിൻ്റെ എതിരാളി ആരാ? ശിവാജി അല്ലേ? ശിവാജി ഈ അടുത്ത് പിന്നെ ഔറംഗസീബിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു കാര്യം ചെയ്യേണ്ടിയുണ്ടായിരുന്നു. എന്താ? ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹിന്ദുക്കളെ ചൂഷണം ചെയ്ത, പീഡിപ്പിച്ച, ഹിന്ദുക്കൾക്കെതിരെ പോരാട്ടം നയിച്ച ഒരാളുണ്ടാവണ്ടേ? ആ ഒരാളെ അവരെ കണ്ടെത്തിയത് ഔറംഗസീബിലെ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ജനസമ്മതി നേടിയ ഒരു മുസ്ലിം ഭരണാധികാരിയെ ഇനിയും വിട്ടാൽ ശരിയാവില്ല. നമ്മൾ കേട്ടില്ലേ? അവനെ ഇനിയും വിട്ടാൽ ശരിയാവില്ല എന്ന്. അതായിരുന്നു ശരിക്കും നടപ്പിലാക്കിയെടുത്തത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അദ്ദേഹം വളരെ മതവിരുദ്ധനും ജനവിരുദ്ധനും, അദ്ദേഹം നടപ്പിലാക്കിയ നടപടികളൊക്കെ തെറ്റായിരുന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അദ്ദേഹം വളരെ നീതിമാനായിരുന്നു, നല്ല ഭരണാധികാരിയായിരുന്നു. പക്ഷേ ഹിന്ദുക്കളോട് അദ്ദേഹം ചെയ്തത് വളരെ മോശമായിപ്പോയി. അതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ അപകടകരം. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിൽ സംസാരിച്ച് അദ്ദേഹം ഹിന്ദുക്കളോട് വളരെ മോശമായിരുന്നു എന്ന്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മതഭക്തിയായിരുന്നു. മുകളിൽ മറ്റ് ഭരണാധികാരികൾക്കൊന്നും ആ മതഭക്തി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബാഡ് മുസ്ലിം ആയിരുന്നു എന്നാണ്. ഒരു ബാഡ് മുസ്ലിമും നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും എന്ന കൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട് അല്ലേ? ചില നല്ല മുസ്ലിങ്ങളുണ്ട്, അവരൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? ചില ആളുകളുണ്ട്, അവരാണ് പ്രശ്നക്കാർ, അവരാ സമരമൊക്കെ ചെയ്യുന്നത്, അവരാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല മുസ്ലിങ്ങളായിക്കൂടെ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഔറംഗസീബ പ്രശ്നം, അക്ബർ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഹുമയൂൺ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ബാബർ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഔറംഗസീബാണ് ഈ രാജ്യത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഇങ്ങനെ വിഭജിച്ചതും അക്രമമുണ്ടാക്കിയതും ക്ഷേത്രം പൊളിച്ചതും മതം മാറ്റാൻ ശ്രമിച്ചതൊക്കെ. നിങ്ങൾക്കറിയോ ഈ ശിവജി എന്ന് പറയുന്ന ആളെക്കുറിച്ചിട്ട് ഈ അടുത്ത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു പ്രസ്താവനയിലുണ്ട്, ഇവിടെ ഔറംഗസീബ് വന്നു കഴിഞ്ഞാൽ ശിവജി അതിനെതിരായി എഴുന്നേറ്റ് നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന പ്രസംഗം. ഈ ശിവജി എന്ന് പറഞ്ഞാൽ ഈ ഔറംഗസീബിൻ്റെ അടുത്ത് പോലും എത്തുന്ന ഒരാളല്ല. അതിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒരു ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് ശരിക്കും ശിവാജി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഔറംഗസീബിൻ്റെ മഹാരാജ്യത്തിൻ്റെ അകത്ത് ഈ ഡക്കാൻ ആ പ്രദേശത്ത് മാത്രം ഈ പറയുന്ന മഹാരാഷ്ട്രയുടെ ആ ഭാഗങ്ങളിൽ മാത്രം വളരെ കുറഞ്ഞ കോട്ടകളിൽ ഒതുങ്ങി നിന്ന ഒരു ആളാണ്. കുറച്ച് തലവേദനകളൊക്കെ സൃഷ്ടിച്ചു. പക്ഷേ ഈ ഔറംഗസീബ് അതിശക്തനായി നിൽക്കെ തന്നെ ശിവജി മരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ചെറുമകൻ സാഹു വളരുന്നത് ഔറംഗസീബിൻ്റെ കൊട്ടാരത്തിലാണ്. സാഹുവിനെ വളർന്ന് വലുതാവണ സമയത്ത് അപ്പോഴേക്ക് ഔറംഗസീബ് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഔറംഗസീബിൻ്റെ മകന് സാഹുവിനെ നല്ല നിലക്ക് ഇത് അന്ന് ഈ പറയുന്ന കൊട്ടാരത്തിൽ ഇവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാജകുമാരന്മാരെയും മറ്റുമൊക്കെ നല്ല ഒരു വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഔറംഗസീബിൻ്റെ കൊട്ടാരത്തിൽ മുഗളൻ ഭരണകൂടത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു അത്. തൊട്ട അയൽപക്കത്തും മറ്റുമൊക്കെയുള്ള രാജ്യത്തിലെ രാജകുമാരന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നന്നായി പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് പറഞ്ഞേക്കും. സാഹു വളരെ ചെറുപ്പത്തിൽ 8ാമത്തെ വയസ്സിലോ മറ്റാണ് ഇവിടെ കൊട്ടാരത്തിലേക്ക് വരുന്നത്. 5-8 വർഷം ഈ കൊട്ടാരത്തിൽ വളർന്നിട്ട് ഈ സാഹുവിനെ മതം മാറ്റാൻ ഔറംഗസീബിന് കഴിയായിരുന്നില്ലേ? പക്ഷേ ഒരിക്കൽ പോലും ആ സാഹുവിനെ മതം മാറ്റിയില്ല എന്ന് മാത്രമല്ല, അവൻ്റെ രാജ്യത്തിലേക്ക് ഏറ്റവും നിലയിലേക്ക് കൊണ്ടയച്ചു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ സാഹു തന്നെയാണ് പിന്നീട് ഈ പറയുന്ന മുഗൾ സാമ്രാജ്യത്വത്തിന് വലിയ തകരാറ് സംഭവിച്ചൊരു വ്യക്തിയായി മാറിയത്. പക്ഷേ അങ്ങനെ ആവുമെന്ന് ഒരു പക്ഷേ കണക്ക് കൂട്ടാൻ കഴിയുന്ന, തൻ്റെ പിതാവിനെ കൊന്നവരാണ് ഇവർ എന്ന് കണക്ക് കൂട്ടാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരിക്കെ തന്നെ അവനെ മതം മാറ്റാനോ അവനെ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിച്ചില്ല എന്ന ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ശിവജിയെക്കുറിച്ചിട്ടും ഈ ഔറംഗസീബിനെ കുറിച്ചുമൊക്കെയുള്ള ഈ ചരിത്രത്തിൽ അതിൻ്റെ തമാശകളെ നമ്മൾ തീർച്ചയായും ഉൾക്കൊള്ളണം. വലിയ പോരാളിയായിട്ട് അല്ലെ ചക്രവർത്തിയായിട്ടൊന്നല്ല അവരുണ്ടായി വന്നത് എന്ന് കാണാൻ കഴിയേണ്ടതുണ്ട്. പലപ്പോഴും ഔറംഗസീബിൻ്റെ തടവിലായിരുന്നു ശിവാജി ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന് ഒതുക്കാൻ കഴിയുന്ന ഒരു ഗറില്ല പോരാളി മാത്രമായിരുന്നു ശിവാജി എന്ന തിരിച്ചറിവും നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചരിത്രഘട്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ശിവാജിയെ ഒരു മുസ്ലിം വിരുദ്ധനും ഔറംഗസീബിനെ ഒരു ഹിന്ദു വിരുദ്ധനും
ആക്കി അവതരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ശിവാജി ഔറംഗസീബ് എന്ന് കൊണ്ടുവരിക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശിവാജി ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നില്ല. ശിവാജിക്ക് വേണ്ടത് അവൻ്റെ സാമ്രാജ്യത്വം വളർത്തിയാണ്, അവൻ്റെ കൊട്ടാരം, അവൻ്റെ രാഷ്ട്രീയമാണ് അവൻ്റെ വിഷയം ഉണ്ടായിരുന്നത്. കാരണം ഈ ശിവാജി തന്നെ വളർന്നു വരുന്നത് സൂഫികളായ ആളുകൾക്കിടയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം സൂഫികളുമായിട്ട് അടുത്ത ബന്ധമുള്ള കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ വലിയൊരു പങ്ക് മുസ്ലിങ്ങളാണ്. ശിവാജിയുടെ സൈന്യത്തിൽ വലിയ പങ്ക് മുസ്ലിങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കമാൻഡർമാർ മുസ്ലിങ്ങളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ സഹായിക്കുന്നത് പലതും മുസ്ലിം രാജ്യങ്ങളാണ്. ഈ പറയുന്ന മുഗൾ സാമ്രാജ്യത്തിനെതിരെ വിദ്വേഷം ഉണ്ടായിരുന്ന മുസ്ലിം രാജാക്കന്മാരാണ് ശിവജിയെ സഹായിക്കുന്നത് മുഗളന്മാരോട് എതിരിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ശിവാജി വലിയൊരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. ഔറംഗസീബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സൈന്യം നിങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിൽ രഘുനാഥ് എന്ന് പറയുന്ന ചീഫ് ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്ന രഘുനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അതോറിറ്റി ഏൽപ്പിച്ചിരുന്നത് രജപുത്ര സമുദായത്തിൽപ്പെട്ട പലരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല കീ പോസ്റ്റുകളിലും ഏകദേശം 104 കീ പോസ്റ്റുകളിൽ ഹിന്ദുക്കളായിരുന്നുണ്ടായിരുന്നത് എന്നാണ്. അന്നത്തെ ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾക്കകത്ത് 50% വരുന്ന ആളുകൾ ഹിന്ദുക്കൾക്ക്, ജൈനമതത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യം കൊടുത്തു എന്നാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ കുറിച്ചിട്ടാണ് അയാൾ ഹിന്ദുക്കളെ മതം മാറ്റാനും ഹിന്ദുക്കളെ ഇല്ലാതാക്കാനും ശ്രമിച്ചു ശിവാജി ഔറംഗസീബ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനായിരുന്നോ ഈ ഇദ്ദേഹത്തിനെതിരെ ഔറംഗസീബിനെതിരെ ബ്രിട്ടീഷുകാർ പ്രചാരണം ആരംഭിച്ചത് അതേ പ്രചാരണം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കുക എന്ന പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഏറ്റവും അവസാനം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഔറംഗസീബ് പേര് മാറ്റി അല്ലേ? ഔറംഗസീബ് പേര് മാറ്റിയിട്ട് ഇവർ വിചാരിക്കുന്നത് ഔറംഗസീബ് മറന്നു എന്നാണ്. നിങ്ങളിപ്പോൾ ഏറ്റവും അവസാനം ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദം എന്താ? ഗ്യാൻവാപ്പി ബാബരിക്ക് ശേഷം ഒരു ഗ്യാൻവാപ്പി കൂടി പൊളിക്കാൻ വേണ്ടി പാകത്തിൽ അവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഔറംഗസീബ് ക്ഷേത്രം പൊളിച്ചു എന്നാണ്. ഔറംഗസീബ് ക്ഷേത്രം പൊളിക്കുന്ന ഒരാളായിരുന്നോ എന്ന് ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഈ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ മതമൈത്രിയെക്കുറിച്ച് മാത്രമല്ല, മതങ്ങളുടെ വികാസത്തിന് വേണ്ടി അദ്ദേഹം അധികാരമേറ്റെടുത്ത് ആദ്യം അയച്ച ലെറ്റർ എന്ന് പറയുന്നത് ഭരണകൂടത്തിലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അയച്ചത്. കാരണം മുസ്ലിം ഭരണകൂടമാണല്ലോ. അപ്പോൾ അദ്ദേഹം അധികാരത്തിലേക്ക് വന്നപ്പോൾ ആദ്യം അയച്ച സർക്കുലർ എന്ന് പറയുന്നത് പല പ്രാദേശിക ഹിന്ദു ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെടുന്നതായി, പല ബ്രാഹ്മണന്മാരെയും പൂജയിൽ നിന്ന് തടയുന്നതായി, അത്തരം ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ടത് ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഇനി അത് കേൾക്കാൻ പാടില്ല എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് 1659 ബനാറസിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിനി ആവർത്തിക്കാൻ പാടില്ലെന്ന സർക്കുലർ നൽകിക്കൊണ്ടാണ് 9 വർഷം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആസാമിലെ ഗുഹാവത്തി, ആസാമൊക്കെ അന്ന് ഈ പറയുന്ന മുഗൾ ഭരണകൂടത്തിൻ്റെ കീഴിലാണ്, ഗുഹാവത്തിയിൽ അദ്ദേഹം ഉമാനന്ദ ക്ഷേത്രത്തിന് അദ്ദേഹം ധാരാളം ഭൂമി ക്ഷേത്രത്തിന് നൽകുകയാണ് ചെയ്തത്, പതിച്ചു നൽകി. അദ്ദേഹം 1680 ബനാറസിൽ ബ്രാഹ്മണർക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമി ദാനമായി നൽകി. ബാലാജി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് 8 ഗ്രാമങ്ങളാണ് 1691 അദ്ദേഹം നൽകിയത്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി നൽകുക എന്തിനാ? ആ ഹിന്ദു സംസ്കാരവും ഹിന്ദുക്കളുടെ വിശ്വാസവും തകർക്കാനല്ല, അവരെ മതം മാറ്റാനല്ല. അവരും നമ്മളും ഒരുമിച്ചു നിൽക്കേണ്ടുന്നൊരു ഭൂമിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിനുള്ളൂ. ഇസ്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയും ജൈനമതത്തിൽപ്പെട്ടവർക്കും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അവരുടെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി, അവരുടെ ജൈന മതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ധാരാളം ഭൂമി നൽകുന്നുണ്ട്. അതുകൊണ്ട് അന്നത്തെ ജൈന രേഖകൾ എടുത്തു നോക്കിയാൽ ഔറംഗസീബിനെ കുറിച്ച് അവർ പറയുന്നത് ധീരനും ശക്തനുമായ ഭരണാധികാരിയായ ഔറംഗസീബ് എന്ന അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. മുസ്ലിങ്ങളല്ലാതെ എഴുതിയത് ഈ പറയുന്ന ജൈനമതക്കാരാണ്, ഹിന്ദു മതസ്ഥരാണ്. രജപുത്രന്മാരെ കുറിച്ച് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി.
അന്ന് രാജ്യത്തുണ്ടായിരുന്ന 3 രജപുത്ര ഭരണകൂടങ്ങളും ഔറംഗസീബിനെ പുകഴ്ത്തുകയും കൂടെ നിൽക്കുകയും പോരാടുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശിവാജിക്കെതിരെ പോരാട്ടം നടത്തുന്നത് ഈ പറയുന്ന ഔറംഗസീബല്ല, ഈ പറയുന്ന രജപുത്രന്മാർ ആണ്. ഈ ശിവാജിക്കെതിരെയുള്ള പോരാട്ടം നയിക്കുന്നതും ശിവാജിയെ പരാജയപ്പെടുത്തുന്നതും ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം നയിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രങ്ങളെ മുഴുവൻ മറന്ന്, ഇതിനെ മുഴുവൻ മറച്ചു വെച്ച് ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയായി, ഒരു വർഗീയവാദിയായി, അതിൻ്റെ കാരണം അദ്ദേഹം മതഭ്രാന്തനായിരുന്നു. മതഭ്രാന്തുണ്ടെങ്കിൽ അക്രമിയാവും, പ്രത്യേകിച്ച് ഇസ്ലാമിക ബോധമുണ്ടെങ്കിൽ അവൻ ടെററിസ്റ്റായിത്തീരും, അവൻ അക്രമിയായിത്തീരും. അതിൻ്റെ പ്രചോദനം ഔറംഗസീബാണ്. ഔറംഗസീബ് ഈ നാട്ടിൽ നടപ്പിലാക്കിയത് ക്ഷേത്രങ്ങൾ പൊളിച്ചടക്കുക, ഹിന്ദുക്കളെ മതം മാറ്റുക, ഈ രാജ്യത്തിൻ്റെ സകല സംവിധാനങ്ങളെയും തകർത്തെറിയുകയാണ് എന്ന ചിത്രം വരച്ചു വെക്കാൻ വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കുമേൽ ഔറംഗസീബ് എന്ന് പറയുന്ന ചിന്ത വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ ഒരു രാജ്യമാക്കി എടുത്ത ഒരു സമുദായം, ഒരു സമൂഹം, അതിന് നേതൃത്വം നൽകിയ ഒരു സമൂഹം ഇന്ന് അരക്ഷിതാവസ്ഥയിലും അടിമത്ത ബോധത്തിലേക്കും കടന്നു പോകേണ്ടവരല്ല എന്ന ചിന്ത നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ഈ രാജ്യത്തിനെ ഏറ്റവും വലിയ GDP-യിലേക്ക് നയിച്ച, ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് നയിച്ച, സുഭിക്ഷതയിലേക്ക് നയിച്ച, ഐശ്വര്യത്തിലേക്കും നീതിബോധത്തിലേക്കും നയിച്ച ഒരു ഭരണകൂടത്തെക്കുറിച്ച് അക്രമവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എങ്കിൽ ശരിയായിരിക്കുമെന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചൊക്കെ പഠിച്ചോ? അതൊരു പക്ഷേ കുറച്ചുകൂടി കേൾക്കാനും അത് കുറച്ചുകൂടി അറിയാനും ഒക്കെ ഒരു താല്പര്യമുള്ള വിഷയമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെന്താണെന്നതിനെക്കുറിച്ചുള്ള ചികഞ്ഞന്വേഷണങ്ങൾ കൂടി അനിവാര്യമാണ്. നമ്മൾ ആരായിരുന്നു എന്ന്, നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന്, ഞാൻ ആരാണ് എന്ന്, എൻ്റെ ചരിത്രം എന്താണെന്ന്, എൻ്റെ ഭൂമി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നൊരു സമൂഹത്തിനെ മുകളിലോട്ട് മുന്നോട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ, മുകളിലോട്ട് ഉയർന്നു പോകാൻ കഴിയുള്ളൂ. സ്വന്തം നിൽക്കുന്ന മണ്ണിനെ കുറിച്ചറിയാത്തവൻ ആകാശത്തെക്കുറിച്ചൊരു സ്വപ്നവും കാണാൻ അവകാശമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അപവാദ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രബോധത്തിനുമേൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബലാത്സംഗങ്ങളാണ്, അല്ലെങ്കിൽ ആക്രമണങ്ങളാണ്, നമ്മളെ തന്നെ പിച്ചു ചീന്താൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമുക്ക് അസ്വസ്ഥത തോന്നേണ്ടതുണ്ട്. ആ ചരിത്രം എന്താണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കേണ്ടതുണ്ട് എന്ന ഒരു ജിജ്ഞാസ, ഒരു താല്പര്യം നമുക്കുണ്ടാവണം. ഇത് കേട്ടിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞു നിൽക്കലല്ല. എന്നാൽ എൻ്റെ ചരിത്രം എന്താണ്, ഞങ്ങൾ ആരായിരുന്നു, ഞങ്ങൾ എന്തായിരുന്നു, എന്താ ഈ നാടിന് കൊടുത്തത്, എന്ത് സംഭാവനയാണ് കൊടുത്തത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഒരു തലമുറ രംഗപ്രവേശനം ചെയ്യുമ്പോൾ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു വീഴും, എല്ലാ അപവാദങ്ങളും അവസാനിക്കും. ഈ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കള്ളനാണയങ്ങളും തീർച്ചയായും വെളിച്ചത്ത് കാണിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് തയ്യാറാവുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ വിപ്ലവങ്ങൾക്ക്, ജനസമൂഹത്തിനാവശ്യമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് അത് 50 വർഷത്തോളം ഈ രാജ്യത്ത് നടപ്പിലാക്കി കാണിച്ച് അവസാനം ഒരു സൂഫി വര്യൻ്റെ ചാരത്ത് പോയിട്ട് എൻ്റെ പേര് പോലും രേഖപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയ ആ വ്യക്തിത്വത്തെക്കുറിച്ച് തീർച്ചയായും ചരിത്രത്തിൽ ഒരുപാട് പ്രചോദനമുണ്ട്. ആ പ്രചോദനത്തെ ഏറ്റെടുക്കാൻ, ആ വിപ്ലവങ്ങളെ ഏറ്റെടുക്കാൻ, ആ അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു തലമുറയായിരുന്നു പിൻതലമുറയെങ്കിൽ ഇനിയും അതിനുള്ള ശേഷിയും കരുത്തും നമുക്കുണ്ടെന്ന ബോധ്യത്തോടുകൂടി സഞ്ചരിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ, സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.